ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ഇങ്ങനെ വരുവാണ് ശ്രുതിയുടെ വീട്ടിലേക്ക്. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഈ ശ്രുതിനെ കാണുമോ, ഭയങ്കര സന്തോഷമാണ് ശ്രുതിനെ കാണുമ്പോൾ. മോളെ ശ്രുതി, നീ വന്നോ, നീ എങ്ങനെയാണ് വന്നേന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇവിടെ കൂട്ടുകാരിയെ വിട്ടേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രുതിനെ ഭയങ്കര ആനയിച്ച് കൊണ്ടുപോവാണ് ചന്ദ്രമതി. അപ്പോഴത്തേക്കും അവരുടെ അച്ഛമ്മ അവിടെ ഉണ്ട്. അപ്പോൾ അച്ഛമ്മ ചോദിക്കും ഇതാരാന്ന് ചോദിക്കും. അപ്പോൾ പറയും ശ്രുതി കെട്ടാൻ പോകുന്ന പെണ്ണാന്ന് പറയും. ഇതാണോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് അച്ഛമ്മ ഇറങ്ങി വരും കേട്ടോ. അച്ഛമ്മ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ശ്രുതി ഇറങ്ങി വരും. അപ്പോൾ ശ്രുതിനെ കാണുമ്പോഴത്തേക്ക് ശ്രുതി എന്ന് ഹായ് പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അവരുടെ അച്ഛമ്മ വന്നു കഴിയുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയും ഇത് കണ്ടോ, ഇതാണ് ശ്രുതി കെട്ടാൻ പോകുന്ന പെണ്ണ്, നല്ല മര്യാദയുള്ള നല്ല പെൺകുട്ടിയാന്ന് പറയും. ഞാനിവളെ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു വിട്ടേക്കുന്നത് എൻ്റെ മരുമോളായിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി പറയും, അച്ഛമ്മനെ കാണുമ്പോൾ നമസ്കാരം പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇതാണ് ഇച്ചിരി ചേർച്ചാന്ന് പറയും. അപ്പോഴത്തേക്കും പറയും ശ്രുതിനെയും കൂടി ഇങ്ങനെ ചേർത്ത് നിർത്തുവാണ് ചന്ദ്രമതി. എന്നിട്ട് നോക്കിക്കേ ഇപ്പം എന്നാ നല്ല ചേർച്ചയാണെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കും ഇവരുടെ അച്ഛമ്മ പറയും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പ്രസവിച്ചതാണെന്ന് തോന്നൂലോ, ശരീരം ഒന്നും നോക്കാറില്ലേ മോളെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി ഞെട്ടിത്തിരിച്ച് നിൽക്കുവാണ്. ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ ചന്ദ്രമതിയുടെ മുഖത്തേക്കൊക്കെ നോക്കും. അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയും എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയുകയാണ്. അവർ വീട്ടിൽ വന്ന ഒരാളോട് ഇങ്ങനെയാണോ പറയേണ്ടത്, ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയാം. അപ്പോൾ പറയും ഇവിടെയുള്ള നിൻ്റെ മരുമോളെക്കുറിച്ച് രേവതിയെക്കുറിച്ച് നിനക്ക് ഭയങ്കര പുച്ഛമാണല്ലോ, അവളെ നിനക്കൊന്ന് മനസ്സ് വേദനിപ്പിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പം പുറത്തുനിന്ന് വന്ന ഒരാളോട് പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സ് വേദനിച്ചൂലേ, അപ്പോൾ ഈ രേവതിയെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ അതിന് മനസ്സൊന്നും വേദനിക്കത്തില്ലേ, അതിന് വിഷമമില്ലേ, അവൾക്ക് എന്താ കുഴപ്പം എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും പറയും രേവതി നല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രവീന്ദ്രനും ഇങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക. അതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടാതെ നിൽക്കുവാണ്. അതേസമയം ശ്രുതിയും കൂടി നിങ്ങൾ അവരുടെ റൂമിലേക്ക് പോയി ഇങ്ങനെ സംസാരിക്കാനായിട്ട് പോകുന്നു. പിന്നെ കാണിക്കുന്ന ആദ്യമോന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുവാണ് ശ്രുതിയുടെ അമ്മ. എന്നിട്ട് കഴിക്കും മോനെ, ഇനിയും കഴിക്കുക എന്നൊക്കെ പറയുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അതേസമയം ശ്രുതിയും കൂടെ റൂമിലിരുന്ന് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമോ, നമ്മളിനി കഴിയേണ്ട റൂമല്ലേ ഇതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രുതിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് അവരുടെ ചന്ദ്രമതി കയറി വരുന്നത്. അതിനിപ്പോൾ ചന്ദ്രമതി കയറി വരുമ്പോഴത്തേക്കും പറയും അത് അമ്മ എന്ന് പറയുമ്പോൾ മോളെ പ്രായമായതല്ലേ അവരുടെ അച്ഛമ്മ, അത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മോളങ്ങ് വിടുക. അപ്പോൾ പറയും ഞാനതൊന്നും കാര്യമാക്കിയില്ല എന്ന് പറയും. അല്ലെങ്കിലും അങ്ങനെ ഗ്രാമത്തിൽ കടന്ന് താമസിക്കുന്ന എന്ത് പറയണേ എന്ത് പറയണ്ടെന്നൊക്കെ അറിയില്ല എന്ന് പറഞ്ഞു വരുവാണ്. എന്നിട്ട് പറയും മോൾ ഇന്നാ ഗുലാം ജാം കഴിക്കാൻ പറഞ്ഞു കൊടുക്കുവാണ്. ഇപ്പോൾ ഇതെങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ സ്പൂണില്ല. അയ്യോ അപ്പോൾ സ്പൂണി എടുത്തിട്ട് വരാമെന്ന് പറയും. വേണ്ട അമ്മ ഞാൻ പോയി എടുത്തോളാം എന്ന് പറയും. വേണ്ട മോള് തന്നെ എടുക്കണ്ട, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് അവരുടെ അച്ഛമ്മ വിളിക്കുക, ഇവളെ വിളിക്കുക ചന്ദ്രമതി വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലട്ടെ, ഇനിയല്ലേ പ്രശ്നം, എന്നാൽ മോള് പോയി എടുത്തോളാൻ പറയുകയാണ്. അതേസമയം ശ്രുതി റൂമിലേക്ക് കിച്ചണിലേക്ക് സ്പൂൺ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ശ്രുതിയുടെ അമ്മ കൊച്ചിനും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുവാണ്. അവർ കിച്ചണിൽ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടും എന്നുള്ളൊരു ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ശ്രുതിയുടെ അമ്മ അപ്പുറത്തേക്ക് പോകുന്നു. ശ്രുതി അതേ ചെറുമുടന്ന് നിന്ന് സ്പൂണും എടുത്തിട്ട് വരുവാണ്. അപ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടുന്നില്ല. പിന്നെ രേവതിയുടെ വീട്ടുകാർ വരുവാണ്. രേവതിയുടെ വീട്ടുകാർ വരുമ്പോഴത്തേക്കും ഇവരുടെ അച്ഛമ്മ പറയും ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തുണ്ട് വിശേഷം, കയറുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ ഇങ്ങനെ വർത്താനമൊക്കെ പറയണം. എന്നിട്ട് പറയും ചന്ദ്രമതിയോട് പോയി നീ ഒന്ന് സംസാരിക്കാൻ പറയുമ്പോൾ ചന്ദ്രമതി അവരെ കണ്ടു കഴിഞ്ഞിട്ട് എന്ത് ആൾക്കാരായി കയറി വരുന്നത്, ഇതെങ്ങനെ ശ്രുതി കണ്ടു കഴിഞ്ഞാൽ എന്ത് മോശമാണ്, എന്ത് ആൾക്കാരൊക്കെ ഇവരെയൊക്കെ വീട്ടിൽ വിളിക്കാൻ പറ്റുമോ, കുറേ എണ്ണ ഇനി അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഈ ചന്ദ്രമതി മനസ്സിലിങ്ങനെ പുറത്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്രമതി അവരുടെ അടുത്ത് ചെന്നേച്ച് സംസാരിക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചെന്ന് പറയുന്നതുകൊണ്ട് പോയി സംസാരിക്കും. അപ്പോൾ ചോദിക്കും എന്തുണ്ട് വിശേഷം എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുക. എന്നാ വിശേഷം, സുഖം എന്നൊക്കെ ഉള്ള രീതിയിൽ ചന്ദ്രമതി ഇങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. അതേസമയം ഈ ആദ്യമോൻ ഉറക്കം വരുവാന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയും എന്നാൽ നമുക്ക് പോകാമെന്ന് പറയും. രേവതിയോട് പറയുന്നത് ഞങ്ങൾ പറഞ്ഞ് വേണ്ട ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി, അതെന്താ മോൻ ഉറക്കം വരുന്നുണ്ട് ഞങ്ങളുടെ റൂമിൽ മോനെ കിടത്താലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നതാണ്. അവരെ അമ്മ വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്, അപ്പം ഞാനൊന്ന് ചെന്ന് സംസാരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ രേവതിയുടെ അമ്മേനെ കാണുമ്പോഴത്തേക്കും ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ്. അതൊന്നും കണ്ടിട്ട് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴത്തേക്കും ഒരു മോളൊരു തട്ടം എടുത്തിട്ട് വാ, അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പൂക്കളൊക്കെ വെക്കാനുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും അച്ഛമ്മയ്ക്ക് എന്തിനാ ഇതൊക്കെ മേടിച്ചു
മേടിച്ചുകൊണ്ട് വന്നേന്ന് ചോദിക്കും. അപ്പോൾ പറയും അതൊക്കെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കൊണ്ടുപോകണം, വെറും കൈയോട് പോകരുതെന്ന് പറയും. അതും ശരിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും കുറേ പൂക്കളും കുറേ ഫ്രൂട്ട്സും ഒക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയും, ചിലവാകാത്ത ഫ്രൂട്ട്സും ഇങ്ങനെ വിൽക്കാൻ പറ്റാത്ത ഫ്രൂട്ട്സും പൂക്കളും ഒക്കെ ആയിട്ടാണോ കൊണ്ടുവരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു വിഷമം. അപ്പോഴത്തേക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് എല്ലാവർക്കും തന്നെ ഈ ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. അപ്പോഴത്തേക്കും ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, ഈ വില കുറഞ്ഞ ഫ്രൂട്ട്സാണ് കൊണ്ടുവന്നതും കേടുപിടിച്ച ഇങ്ങനെ അതൊക്കെ എങ്ങനെയാണ് ചന്ദ്രമതിക്ക് അറിയാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.